അതിന്റെ ആകെ സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കേസ് വളരെ ഹർജിക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഒത്തുകളിയാണ് സർക്കാരിന്റെ ഭാഗത്ത്. അതിലൂടെ ഒരിടക്കാല വിധി വന്നിട്ടുണ്ട്. ഇത് വലിയ തോതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. 2025 കേന്ദ്ര സർക്കാർ അതേവരെ ഉണ്ടായിരുന്ന വഖഫ് നിയമം ഒഴിച്ചെഴുതി സമഗ്രമായി ഭേദഗതി ചെയ്തു. അത് സംഘപരിവാർ അനുസരിച്ചുള്ളത്. അതിന്റെ ഭാഗമായി വഖഫ് മുസ്ലിങ്ങളെ കയറ്റാനുള്ള നടപടികൾ. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ മുസ്ലിം ആചാരപ്രകാരം 5 വർഷമെങ്കിലും ജീവിച്ചു ശരീരത്തിന്റെ അകത്ത് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്നെല്ലാമുള്ള ഭേദഗതികളും അതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം ഇത്തരം നിയമം പാസാക്കിയെങ്കിൽ സംസ്ഥാനങ്ങളിലെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ആ നിയമം വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സർക്കാരുകൾ ഈ വർണ്ണവിവാദമായ വകുപ്പുകളോട് ശക്തമായ വിയോജിപ്പാണ്. പുതിയ ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫിനോട് ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോ കേരള സർക്കാർ ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. വ്യത്യസ്ത മതവിഭാഗങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, അവരെല്ലാം സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ അതത് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചു. അതനുസരിച്ചുള്ള നടപടികളാണ് ഇതേവരെ പുറത്തുവരുന്നത്.
വിവിധ മതവിഭാഗങ്ങളുടെ ഒട്ടേറെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും അവയിലെല്ലാം അവയുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു മതസ്ഥർ കൈകടത്തുന്നത് സാധാരണഗതിയിൽ ശരിയായ രീതിയിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നത് ഇതിന് യോജിക്കാത്ത ഇതിനെതിരായ സമീപനമാണ് പുതിയ വകുപ്പ് ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു. ഇവിടെ കാണേണ്ട പ്രത്യേകത രാജ്യത്തുള്ള മതവിഭാഗങ്ങളിൽ ഒന്നാണ് മുസ്ലിം. ഈ മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മാത്രം സംവിധാനമാണ് വകുപ്പ്. അതിന്റെ മാനേജ്മെന്റ് അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് സംഘപരിവാർ. അതാണ് നിയമഭേദഗതിയിലൂടെ BJP സർക്കാർ പ്രാവർത്തികമായി. ഇത് ഇന്ന് മുസ്ലിമെതിരെയാണ് വന്നത്. നാളെ മറ്റു മതവിഭാഗങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് തന്നെയാണ് നാളെ. പൊതുവിൽ മതനിരപേക്ഷ സമീപനത്തിന് നിരക്കാത്തതും മതനിരപേക്ഷ വിരുദ്ധവുമായ നിലപാടാണ് ഇക്കാര്യത്തിൽ BJP സ്വീകരിച്ചിട്ടുണ്ട്. LDF സർക്കാര് സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് 2024 ഒക്ടോബർ 14 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ നിയമസഭയിൽ ഒരു പ്രമേയം വന്നു. ആ പ്രമേയം ഐക്യകണ്ഠേനയാണ് നിയമസഭ അംഗീകരിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരമൊരു ഇടപെടലിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന UDF ആശങ്ക പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഏത് കാര്യത്തിലാണോ ആശങ്ക പ്രകടിപ്പിച്ചത് ആ നിയമം അതിന്റെ വള്ളിയുള്ളി വ്യത്യാസമില്ലാതെ പൂർണ്ണമായും നടപ്പാക്കാനാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് എന്നാണ് കേരള ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യവും നോക്കേണ്ടതാണ്. ലോക്സഭയിലെ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ ഇടതുപക്ഷം ശക്തമായ അതിനെതിരെ നിലപാടെടുത്തു. ഇടതുപക്ഷത്തിനോടൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ KC വേണുഗോപാൽ നിയമത്തിനെതിരായി നിലപാടെടുത്തു. ഇതെല്ലാം അവഗണിക്കുന്ന നിലയിലാണ് ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. 2026 ജൂലൈ 14 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചു. അതില് രേഖാമൂലം പൂരിപ്പിച്ച കാര്യമാണ് ഇങ്ങനെയാണ്. കോർട്ട് The government is prepared to reconstitute the board strictly in compliance with the mandate of section 14 of the
unified work of management, empowerment, efficiency, and development act. ഇതാണ് രേഖാമൂലം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റുകളാണ്. മുസ്ലിം ലീഗിന്റെ നോമിനിയായ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ എം സലീം മുഖാന്തരമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കേസിന്റെ വിചാരണക്ക് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാവുകയും ഇതേ നിലപാട് തന്നെയാണ്, അത് സർക്കാരിന്റെ നിലപാടാണ്, അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ. അദ്ദേഹവും ഇക്കാര്യത്തിൽ ഹർജിക്കാരോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള യോജിപ്പ് കോടതിയാണ്. പകർത്തിയത്തിലെ 14-ാം വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. 1-ാം ഭേദഗതിയനുസരിച്ച് 11-ൽ കവിയാത്ത അംഗങ്ങളെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്താണ് ബോർഡ് രൂപീകരിക്കുക. ഈ 11-ൽ 9 പേരെ നിയമിച്ചാണ് നേരത്തെ LDF കാലത്ത് ഉത്തരവായി. ബാക്കി 2 പേരെ ഉടൻ നിയമിക്കുമെന്ന് ഉത്തരവിൽ സൂചിപ്പിച്ചിരുന്നു. നിയമത്തിലെ 14-ാം വകുപ്പിൽ ആകെ അംഗങ്ങൾ 2 പേര് അമുസ്ലിമായിരിക്കണം എന്ന് നിഷ്കർഷിച്ചു. അതുപോലെ തന്നെ ഷിയ, സുന്നി, മറ്റു മുസ്ലിങ്ങളിലെ പിന്നോക്ക സമുദായക്കാർ എന്നിവരുടെ പ്രതിനിധികളും ബോർഡിൽ ഉണ്ടാവണമെന്ന് നിർദ്ദേശിച്ചു. അതത് സംസ്ഥാനങ്ങളിൽ ഗണ്യമായ അംഗങ്ങളുണ്ടെങ്കിൽ ഈ വിഭാഗം കൂടി അതിലേക്ക് നൽകുന്നത്. ഇക്കാര്യത്തിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനം കൈക്കൊള്ളാവുന്നത്. വഖഫ് ബോർഡിലെ യോഗം ചേരുന്നത് ഉള്ള ഫോറം 5. 11-ൽ 5 പേരാണ് ഫോറം. ആ നിലയിൽ പരിശോധിച്ചാൽ വഖഫ് ബോർഡ് യോഗം ചേരാനോ തുറന്നോ പുറത്തോ നടത്താനോ ഇപ്പോൾ നിയമപരമായി ഒരു തടസ്സവുമില്ല. പക്ഷേ കോടതിയിൽ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കേന്ദ്ര നിയമത്തിനനുസരിച്ച് നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് UDF സർക്കാരും അഡ്വക്കേറ്റ് ജനറൽ നിലപാടെടുത്തത്. ഇത് BJP ഇതര സംസ്ഥാനങ്ങളിൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരമൊരു ഭേദഗതി നടപ്പാക്കുന്ന നില സ്വീകരിച്ചു. ഇത് തികച്ചും മധ്യപരമായ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയാകി വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വിഭാഗങ്ങളിൽ 2 അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തില്ല എന്നും മറ്റുമാണ് ഹൈക്കോടതി ഉന്നയിക്കപ്പെട്ട പ്രശ്നം.
ഒരു ഹരിക്കാരൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം പരിചയപ്പെട്ട അവസ്ഥയിലാണ്. സ്വത്ത് വഖഫ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തിലെ ചില ഭാഗങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അത്തരമൊരു ഇടപെടൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങൾ മുസ്ലിങ്ങളെ വഖഫ് നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ, ആ ഹർജികളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ കേസ് പരിഗണിച്ചു. ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യുന്നത് IUMLന്റെ ഹർജിയുടെ ഭാഗമായി കാണാൻ ഏറ്റവും രസാവഹമായ കാര്യം, ലീഗിന്റെ മന്ത്രിയാണ് വഖഫ് ചുമതലയുള്ള മന്ത്രി. ആ ചുമതല ഏറ്റെടുത്ത ഉടൻ ലീഗിന്റെ പ്രഖ്യാപിത നയത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. ഇത് വ്യക്തിപരമായി ആ മന്ത്രിയുടെ നിലപാടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ നിലപാട് മാറ്റം വന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നിലപാട് മന്ത്രി എടുത്തത് എന്ന് മാത്രമേ കരുതാനാണ്. തീർത്തും വിരോധാഭാസമായ കാര്യമാണ്. ഈ കേസുകളെല്ലാം സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലിരിക്കുക. അത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ നിലപാട് വരേണ്ടതായിട്ടായിരിക്കും. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് LDF സർക്കാർ കേന്ദ്ര നിയമത്തിനോടുള്ള നയപരമായ എതിർപ്പിനോടൊപ്പം അമുസ്ലിങ്ങളായ അംഗങ്ങളെ കോടതിയുടെ തീർപ്പ് അനുസരിച്ച് ഉൾപ്പെടുന്ന കാര്യത്തിൽ പിന്നീട് നിലപാടെടുക്കാം എന്ന സമീപനം LDF സർക്കാർ സ്വീകരിക്കാൻ കഴിയും. രാഷ്ട്രീയമായി നോക്കിയാൽ ഈ നിലപാടിനോട് പ്രതിപക്ഷത്തിരുന്നപ്പോ യോജിച്ചവരാണ് UDF. എന്നാൽ ഭരണത്തിൽ വന്ന ശേഷം പൊതുവെ ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കുമെല്ലാം ആശങ്ക ഉളവാക്കുന്ന വിധത്തിലാണ് ഇവരെ കൂടി, ഈ രണ്ട് മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താം, അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന നിലപാട് കോടതി UDF ഗവൺമെന്റ് അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF ഉയർത്തിയ രാഷ്ട്രീയ ടീം, അതുമായി ബന്ധപ്പെട്ട ആരോപണം പൊതുസമൂഹം ഓർക്കുന്നുണ്ടാവും. അതെല്ലാം അവർക്ക് തന്നെ ചെയ്തതാണ് എന്നാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർത്തലല്ല, അതിന് പകരം സമ്പൂർണമായ കീഴടങ്ങലും വാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിരുന്നത്.
വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന നാം കണ്ടതാണ്. ഇപ്പോ വലിയൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ വിശദമായിട്ട് ഞാനിപ്പോ പോകുന്നില്ല. ന്യൂനപക്ഷങ്ങൾ അഭ്യസിക്കുന്ന ചില പ്രദേശങ്ങൾ ജനസംഖ്യ വ്യതിയാനം, ഡെമോഗ്രാഫിക് ചേഞ്ച് പഠിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഇത് വലിയ വിവാദമാണ് ഉയർത്തിയിരിക്കുന്നത്. കേരളത്തിലെ സമീപനം എന്താണെന്ന് മതനിരപേക്ഷ സമൂഹത്തിനൊക്കെ നല്ല വ്യക്തതയോടെ തിരിച്ചറിയാൻ കഴിയും. ജനങ്ങളെ മതപരമായും വർഗീയമായും വിഭജിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ മറ്റൊരു ഉത്തരമായാണ് ഈ പുതിയ കേന്ദ്ര വകുപ്പ് നിയമത്തിൽ കാണാൻ. LDF കാലത്ത് ആ നിയമത്തിനെതിരെയുള്ള ഒരു ചെറുത്തുവയ്പ്പാണ് നടത്തിയിട്ടുള്ളത്. ഒരു ചെറുത്തുവയ്പ്പില്ലാതെ അവരോട് യോജിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തത്വത്തിന് വഴങ്ങി പൂർണ്ണമായും വലിയ വ്യത്യാസമില്ലാതെ നിയമം നടപ്പാക്കാമെന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അപമാനകരമായ കാര്യമാണ്, തീർത്തും തെറ്റാകരമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ മതനിരപേക്ഷ സമൂഹത്തിന്റെ ആശങ്ക ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് ആമുഖമായി പറയാം. UDF സഖ്യകക്ഷിയെ മുസ്ലിം ലീഗ് ഇത്തരമൊരു സ്റ്റാൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തതെന്നാണോ പറഞ്ഞത്? അതിന്റെ വ്യക്തമായിട്ട് വന്നിട്ടുള്ളൂ. അവരുടെ അഡ്വക്കേറ്റാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് അഡ്വക്കേറ്റ് മാത്രം സർക്കാരിന്റെ നിലപാടാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന്റെയോ ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയുടെയോ മാത്രം ഉത്തരവാദിത്തമായിട്ടില്ലാത്തത് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് തന്നെ ഇതിന് മറുപടി പറയുന്നതായിട്ടുണ്ട്. 10 വർഷമായി കേരളത്തിൽ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ എന്താണെന്നില്ല. ഇപ്പം നിരന്തരമായി ലോഡ് ഷെഡിങ് ഉണ്ടാവാണ്. അത് ഒരു ദിവസം 2 നേരം 3 നേരത്തെ ലോഡ് ഷെഡിങ് കാര്യമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പോലും പങ്കെടുക്കുന്ന പരിപാടിയിൽ വൈദ്യുതി പോയി. ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഞാൻ പറയുമ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ട് മാറുന്ന ശങ്ക എനിക്കുണ്ട്. എന്നാൽ നാടിലാകെയുള്ള ഒരു പ്രതികരണമാണ് നിങ്ങളിവിടെ ഉന്നയിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ വൈദ്യുതിയുടെ കാര്യത്തിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായില്ല. ഇത് ഗവൺമെന്റ് അധികാരത്തിലുണ്ടായില്ല. അത്തരം ഘട്ടങ്ങളിലെല്ലാം എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവിടെയുള്ള ഉപയോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഇവിടെ സംഭവിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ തന്നെയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവരാണ് ഞാൻ. എന്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതെ. ഇത് എനിക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുക. ഇവിടെ കാണേണ്ട ഒരു വസ്തുത ഓണം പരീക്ഷയുടെ ആ ഘട്ടത്തിൽ കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. ഈ വൈദ്യുതിക്കടുത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തതല്ല സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുൻകൂറായി സ്വീകരിച്ചില്ല എന്നതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗർബല്യം.
ഇവിടെ സാധാരണഗതിയിൽ ദിവസം 300 മുതൽ 600 മെഗാവാട്ട് വരെ പോകുന്നു എന്നാണ് ഇപ്പോ പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം അവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടത്? കൂടിയ വിലക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ജൂലൈയില് ഒരു നിസ്തുല കരാറിലൂടെ വാങ്ങാൻ തയ്യാറായത് 150 മെഗാവാട്ട് മാത്രമാണ്. അപ്പൊ നേരത്തെ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു ദുരവസ്ഥ വന്നിട്ടുണ്ട്. കേരളത്തിൽ വൈദ്യുതി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ എത്രയുണ്ട്, എത്ര ഷോർട്ടേജ് ഉണ്ട്, അതെങ്ങനെ പരിഹരിക്കാനാണ്? ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പോകേണ്ടത്. കേരളത്തിലെ വൈദ്യുതി രംഗം നല്ല ശക്തി പ്രാപിച്ചൊരു കാലമാണ് കഴിഞ്ഞ ദശാബ്ദക്കാലം. കാരണം ട്രാൻസ്മിഷൻ പദ്ധതി 10,000 കോടി രൂപ ചെലവിട്ടുള്ളതാണ്. എടവൺ കൊച്ചി പവർ പൂർത്തിയാക്കിച്ചാൽ കണക്കാക്കിയത് പൂർത്തിയാക്കാൻ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ആഭ്യന്തര ഉത്പാദനം 2098 മെഗാവാട്ടാണ് വർദ്ധിപ്പിക്കാനാണ് കഴിയും. ഇങ്ങനെയെല്ലാം നിലയിൽ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വൈദ്യുതി മേഖല എത്തിയതാണ്. പക്ഷെ വസ്തുതയെ കാണുന്നവർ നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. അപ്പൊ അതിനാവശ്യമായ തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം. ആവശ്യമായിട്ടുള്ള വൈദ്യുതി വാങ്ങണം. അത് പൂർണ്ണമായ ദീർഘായുസ്കാരമായിട്ട് ജനങ്ങളെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു അപമാനമാടാൻ പാടില്ല. ഗവൺമെന്റിന്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോവുകയാണുള്ളത്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി പ്രശ്നത്തിൽ ആര് നൽകുന്ന വിശദീകരണം ഒരു ദീർഘകാല കരാർ കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയത്. ഒപ്പം തന്നെ ഈ കാലാവസ്ഥ പ്രതിസന്ധിയാണ് കാരണം. ഇപ്പൊ ചീവേരിയിൽ ഒരു നാളെ കേന്ദ്രം സ്ഥാപിക്കാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ അടിയന്തരമായ പ്രശ്നങ്ങൾ നേരിടാൻ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. മറ്റു ചില കാര്യങ്ങൾ പറയുന്നത് മുൻ സർക്കാരിനെ പഠിക്കുന്നുണ്ട്. അതിന്റെ വസ്തുതയുണ്ട്. പ്രധാന കാരണം ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഒരു കോൺട്രാക്ട് എൽഡിഎഫ് സർക്കാർ ഒരു കാര്യം നിങ്ങൾ പറയാൻ നോക്കിയത് ഇതാണ് LDF ഗവൺമെന്റ് പ്രത്യേക സമീപനം. ആദ്യമാണ് LDF ഗവൺമെന്റ് UDF ഗവൺമെന്റ് വ്യത്യാസം നമ്മളാണ്. ആ കരാറിനോട് വ്യത്യസ്തതയുള്ള കാര്യം ആ കരാറിനകത്ത് നേരായ കരാറല്ല എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ടായി. പക്ഷേ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങാൻ തുടങ്ങി. ആ കരാർ റദ്ദ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ നാടിന് വൈദ്യുതി ക്ഷാമം പോയി. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ആ വൈദ്യുതി കരാറുമായി മുന്നോട്ട് പോകാനാണ്. ഈ വ്യത്യസ്തത ഉള്ളപ്പോൾ തന്നെ നാടിന്റെ പൊതുവായ താല്പര്യം കണക്കാക്കി ആ വൈദ്യുതി കരാർ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് LDF സർക്കാർ നടപടിയെടുത്തത്. ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ അനുമതി നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. ഇത്തരം കരാറിലേക്ക് പോകും. UDF സർക്കാർ ആ അനുമതി വാങ്ങിയിരുന്നു. അവരുടെ മുന്നിൽ ഈ പ്രശ്നം സജീവമായി നിൽക്കുന്നതായിരുന്നു. ആ റെഗുലേറ്ററി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് അവരുടെ അവസാന തീരുമാനം പിന്നീട് വന്നു. അത് റദ്ദ് ചെയ്യുന്നതായിരുന്നു. ആ റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ആകാവുന്ന നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചു. വെറുതെ വിട്ടുകളിലായിരുന്നു. ആ വൈദ്യുതി വാങ്ങൽ പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് ഉള്ള എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചു. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സമീപനം. ഞങ്ങളതില് നിങ്ങൾ കാണിച്ചത് കൊള്ളരുതയാണ്. അതുകൊണ്ട് ഞങ്ങളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു എന്നറിയില്ല. ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഉപേക്ഷിച്ചാൽ നാടിരുത്തില്ല. അതല്ല നല്ലത്. നാടിന്റെ താല്പര്യം സംരക്ഷിക്കലാണ് നല്ലത്. ഇത് കണ്ടുകൊണ്ടുള്ള നിലപാടാണ്
സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഈ സമീപനം കേരളത്തിന്റെ വൈദ്യുതി മേഖലത്തിൽ കുറവില്ലാത്ത വളരെ ഇപ്പൊ പറയുന്ന പരിഹാര മാർഗം അത് കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ആണവനിലയം സ്ഥാപിച്ച് കേരളത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിയാമെന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി എതിർപ്പുണ്ടാകും. ഒരു സംശയമില്ല, അതിശക്തമായി എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാലത്ത് അത്തരമൊരു കാര്യത്തെ പറ്റി ഞങ്ങൾ ആലോചിക്കുകയും നിർദ്ദേശങ്ങളൊക്കെ ചില ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളൊക്കെ നിലപാട് വ്യക്തമാക്കി അത്തരം നമ്മളിലേക്ക് കടന്നു. ഇപ്പൊ വീണ്ടും അത്തരം ഒരു ആലോചനയിലേക്ക് കടക്കുന്നെങ്കിൽ അത് അനാവശ്യമായ പ്രശ്നങ്ങൾ കേരളത്തെ സൃഷ്ടിക്കാനായിരിക്കും പഠിക്കുന്നത്. അതിന് പകരം മറ്റു നടപടികൾ വൈദ്യുതി രംഗം കാര്യക്ഷമമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. 2 ദിവസം മുമ്പ് CMO പറഞ്ഞൊരു കാര്യം, കപ്പൽ നിർമ്മാണശാല ടാറ്റയുടെ 10,000 കോടി രൂപയുടെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു. ഇന്ന് ടാറ്റയുമായി ഒരു പത്രത്തിലെ പ്രതിനിധി സംസാരിച്ചപ്പോൾ CM അങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി, ഞങ്ങളുടെ അറിയാനും കേട്ടിട്ടില്ല എന്ന മറുപടിയാണ് ടാറ്റയുടെ. എന്റെ ശ്രദ്ധയിൽ വന്നു. പക്ഷെ ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നില്ല. ഏതാണ്ട് 10,000 നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഏതായാലും ടാറ്റ അറിഞ്ഞുകൊണ്ടൊരു കാര്യം വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞതായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ നേരത്തെ അതിനുശേഷം പറയും. കഴിഞ്ഞ 10 വർഷം മാത്രം മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്താണ് CMD ഒരുപാട് പേർക്ക് അതുകൊണ്ട് സഹായങ്ങൾ കൊടുക്കാനും സാധിക്കും. പക്ഷേ ഇപ്പം കഴിഞ്ഞ 2 മാസമായി അതിനുള്ള സഹായങ്ങൾ വളരെ പരിമിതമാണ്. മുമ്പൊക്കെ ഒരു മാസം 80 കോടി രൂപ വരെ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് മുമ്പൊക്കെ സിഗരറ്റിന് പാക്കറ്റ് എഴുതി കൊടുത്താണ് പല ആനുകൂല്യങ്ങളും കൊടുത്തത് എന്നാണ്. ഇപ്പം ഓൺലൈനിൽ നിങ്ങൾ സുതാര്യമായ അട്ടിമറിച്ച് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. സംബന്ധിച്ച് എന്താ പറയുന്നത്? നമ്മുടെ നാട് കൂടുതൽ പുരോഗതിയിലേക്കാണ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പുറകോട്ട് പോകാനല്ല എപ്പോഴും താല്പര്യം കാട്ടുന്നത്. നമ്മുടെ നിങ്ങൾ പറഞ്ഞ CMDRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നേരത്തെ പല വിധത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. അതില് ചിലര് തെറ്റായി ഉപയോഗിച്ചു എന്ന പരാതികളുണ്ട്. പ്രാദേശികമായി ചില ആളുകൾ വിചാരിച്ചിട്ടാണ് ഈ സഹായം കിട്ടിയത്. ചെറിയ കാശായിരുന്നു. ആ ചെറിയ കാശിൽ നിന്ന് വീതം കിട്ടിയ ആളുകളെ പറ്റിയടക്കം പരാതികൾ കൊണ്ടുവരുന്നു. അങ്ങനെയെല്ലാമുള്ള അനുഭവം ധാരാളം UDF ഗവൺമെന്റ് കാലത്ത് കേരളത്തിലുണ്ടായത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കൃത്യമായ നടപടിക്രമം അംഗീകരിക്കപ്പെട്ടു. അതിനുശേഷം LDF സർക്കാർ നിയതമായ മാനദണ്ഡങ്ങൾ അതിന്റെ ഭാഗമായി ഓൺലൈൻ വഴി അപേക്ഷിക്കും. എല്ലാ കാര്യങ്ങളിലും ആരോഗ്യത്തിന് പ്രത്യേക ശുപാർശ വേണം. തീരുമാനങ്ങൾ വന്നു ആവശ്യമായ സാക്ഷ്യപ്പെടുത്തലുണ്ടാവും. വില്ലേജ് ഓഫീസറും തഹസിൽദാറും കലക്ടറുമൊക്കെ സാക്ഷ്യപ്പെടുത്തിയ കടലാസാണ് ഓൺലൈനായിട്ട് വരുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് അർഹതയുള്ള സഹായം ഒരാഗ്രഹിക്കും മുഴുവൻ കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ചെറിയ സഹായം എങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്നത്. ഇതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടായത് ആർക്കാണ്? ഇപ്പോ പുതിയ ഗവൺമെന്റ് വന്നപ്പോ ഈ കാര്യം പരിശോധിച്ചപ്പോ തങ്ങൾ ഇടപെട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചിലർക്കൊരു തോന്നൽ. അത് സഹായം ലഭിക്കേണ്ടവർക്ക് പ്രയാസം നൽകുന്നതല്ല. സഹായം ലഭിക്കേണ്ടവർക്ക് വേഗത്തിൽ സഹായം ലഭിക്കാനുള്ളതെന്ന സമീപനമാണ് ഈ ഓൺലൈൻ സംവിധാനത്തിലുള്ളവർ. എന്നാൽ പ്രാദേശികമായി ചില ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ടതിന്റെ ഭാഗമായി ഇത്തരമൊരു മാറ്റം കൊണ്ടുവരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പഴയ കമ്മീഷൻ രാജിവെക്കും
പോകുന്ന നിലയാറുണ്ടായിരുന്നു. അതീവ നിർഭാഗ്യകരമായ വശമാണ്. ഒരു കാരണവശാലും നിലവിലുള്ള ഓൺലൈൻ സമ്പ്രദായം കുറിച്ചെഴുതാൻ പാടില്ലാത്തതാണ്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും ദൃഢമാക്കാനും എന്തെങ്കിലും നടപടികളോട് സ്വീകരിക്കുന്നുണ്ടെന്നില്ല. പക്ഷെ പുറകോട്ട് പോവുകയല്ല അവർ. കമ്മീഷന് അവസ്ഥ ഉണ്ടാക്കിയല്ല അവർ. ഏതെങ്കിലും ഒരു നിസ്സഹായാവസ്ഥയിൽപ്പെട്ട മനുഷ്യന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ ചൂഷണം ചെയ്യാൻ ചില ആളുകൾക്ക് അവസരം ഉണ്ടാക്കുക. അതാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് ഗവൺമെന്റ് ഉയർന്ന നിയമനങ്ങൾക്ക് പോലെ വിദ്യാഭ്യാസ മേഖലയിൽ വഴിവിട്ട നിയമനങ്ങൾ നടക്കുന്നത്. SST-യില് 10 വർഷം മുമ്പ് നിരമിച്ച ആളെയാണ് ഇപ്പോൾ 60 വയസ്സിലാണ് കൊല്ലിച്ചിരിക്കുന്നത്. മറ്റ് സീമാരി ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ യോഗ്യതകൾ മറികടന്ന്, അതായത് ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള വേണം എന്നുള്ളത് മറികടന്ന് ഒരു സാധാരണ അധ്യാപകർ ഇങ്ങനെയുള്ള നിയമനങ്ങളാണ് പല കാര്യങ്ങളും ഇതുപോലുള്ളത് ഉയർന്നു വരികയാണ്. ഇത് ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചില നോട്ടവിഷയങ്ങൾ മാത്രമായിട്ട് കാണേണ്ടത് ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് വേണം നടത്താൻ. അതിന്റെ ഭാഗമായി സാധാരണ നിലയിലുള്ള മാനദണ്ഡങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അർഹത നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അധ്യാപകരുടെ പ്രശ്നം പറഞ്ഞപ്പോ ഏറ്റവും പ്രധാനം നേരത്തെ അധ്യാപകര് വർഷാരംഭത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കണക്കുകളൊക്കെ എടുത്താൽ ചില പോസ്റ്റുകൾ അധികം ഉണ്ടെങ്കിൽ അവർക്ക് പൊതുവെ സംരക്ഷണം കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു വരാൻ. ഇപ്പൊ വരുന്ന പ്രശ്നം എന്താ? നമ്മളെ വിരമിക്കുന്നവരുണ്ട്. ആ വിരമിക്കുന്നവര് വിരമിക്കുമ്പോ ചിലപ്പോൾ പ്രമോഷനിലൂടെ നിർത്തേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള തസ്തികൾ ഒഴിച്ചു തീരുക. പ്രമോഷനിലൂടെ നിർത്താതിരിക്കുമ്പോ പുതിയ ആളുകൾ എടുക്കുന്നതിനുള്ള അവസരവും നഷ്ടപ്പെടുകയാണ്. പുതിയ ആളുകൾക്കുള്ള തൊഴിൽ സാധ്യത നഷ്ടപ്പെടുന്ന അവസ്ഥ വരികയാണ്. ഇതൊക്കെ ഗവൺമെന്റ് അവതാരത്തിലൂടെ ചെയ്യേണ്ട കാര്യമാണ്. ആളുകളെ സംരക്ഷിക്കേണ്ടതുണ്ട്, ഒരു എടുക്കുന്നവരെ സംരക്ഷിക്കേണ്ടതുണ്ട്, അർഹതപ്പെട്ട പ്രമോഷൻ നൽകേണ്ടതുണ്ട്. ലഭിക്കുന്നതിന്റെ ഭാഗമായുള്ള തസ്തികകളിൽ പ്രമോഷനും പുതിയ നിയമനവും നൽകുന്ന ഒഴിവാക്കുന്ന നടപടികൾ ഒരു തരത്തിൽ ഗുണം ചെയ്യുന്നില്ല. അതും ഇതിന്റെ ഒപ്പം വരുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിച്ച ശ്രീ രതീഷ് കാളിയാണ് ഈ PMC വിഷയത്തിൽ ലേഖനം വെട്ടി ചെയ്യപ്പെട്ടിരുന്നു. അത് അദ്ദേഹം പറയുന്നത് ഈ ലേഖനവിഷയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയുന്നതല്ല എന്ന ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് അനുകൂലമായിട്ടാണ് അതിന് പഴയ വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിയോടൊപ്പമാണ് ഞാൻ നൽകുന്നത്. കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റോജി എം ജോൺ കേരളത്തിലെ MP-മാർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അടിസ്ഥാനം എന്ന് പറഞ്ഞ ബില്ലിന് എതിരെ വോട്ട് ചെയ്യണം. ഇപ്പോഴത്തെ നിലയിൽ അത് വന്നു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്റ്റേറ്റിന്റെ പവർ എടുത്തു മാറ്റും, സെൻട്രലിന് കൂടുതൽ പവർ ഉണ്ടാവും എന്നാണ് അതിൽ പറയുന്നത്. ഇവിടെ ഇപ്പോ നേരെ വന്ന കാര്യങ്ങളുണ്ടല്ലോ. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഏറ്റവും വലിയ കുഴപ്പം കാണിച്ചത് കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഗവർണറാണ്. ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. യൂണിവേഴ്സിറ്റി VC-മാരുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ UDF ഗവൺമെന്റ് സമീപനം സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സെനറ്റിന്റെ പുനഃസംഘടന എല്ലാ സംഘപരിവാറുകാരെയും നമ്മള് അത്തരം നടപടികൾ ചോദ്യം ചെയ്യുന്നു. ഞങ്ങൾ സംഘർഷത്തിലേക്ക് പോയി. അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നവര് മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ആത്മാർത്ഥതയോടെയാണെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രം. ഈ പറഞ്ഞതിനോട് വേറെ വിവരിപ്പൊന്നുമില്ല. ചിലർ ബില്ല് വരുമ്പോൾ അത് എതിർക്കേണ്ടത് എതിർക്കേണ്ടി ചെയ്യും. അതിന് വേറെ പ്രതിപക്ഷ
അപ്പോ അത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രതികരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തവര് പറയുന്നതിനോട് വലിയ തോതിൽ മുഖവിലെടുക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ BJP ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ പറഞ്ഞത് കേരളത്തിൽ കോവിഡ് 4 മാസം കഴിയുള്ളൂ, പ്രളയത്തിന്റെ 1 മാസം അനുഭവിച്ചു, 5 മാസം മാത്രം അനുഭവിക്കുന്നത് സംബന്ധിച്ച് എന്താണ് താങ്കൾ പറയുന്നത്? അതൊക്കെ പറയാതിരിക്കലാണ് നല്ലത്. പ്രളയം എന്ന് പറയുന്നത് ആ പ്രളയം വന്ന് ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞോടുകൂടി അവസാനിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമില്ല. കോവിഡിന്റെ ഭാഗമായി വന്നിട്ടുള്ള തകർച്ച അതെത്ര വലുതായിരുന്നു, എത്ര നാളാകുന്നത്, അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത്. ഒരു CPRF ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതില് CMന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ മുഖാന്തരം നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് ഡിലേ, പലർക്കും മാസക്കണക്കിന് ഡിലേ വന്നു, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോ നേരിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന രീതി കൊണ്ടുവന്നത്. അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഡിലേ കിട്ടേണ്ടവർക്ക് കിട്ടാനുള്ള ഉണ്ടായിരുന്നു? ഇപ്പം ഉള്ള സിസ്റ്റത്തിലാണ് ഈ പറയുന്ന മാറ്റം വന്നാലാണ് ഡിലേ വരിക. ആ ഡിലേ ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും സഹായം. മാത്രമല്ല, ഞാൻ പറഞ്ഞ മറ്റേ കാര്യത്തിലാണ് ഇതറിയാറ്. അതാണ് പറയുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് കാര്യത്തില് അത് കഴിഞ്ഞു എന്നാണ് താങ്കൾ പിണറായി വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് അതൊക്കെ കഴിഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു അതെ, കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ ആ വിഷയത്തിൽ വിട്ടുവീഴ്ചക്കില്ലെന്നാണ് എന്ത് വിട്ടുവീഴ്ചയാണ്? ആരെ വിട്ടുവീഴ്ച ചെയ്ത് വേണം? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലം ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചർച്ച നടത്തും. അതുകൊണ്ടല്ലോ അതിനോട് ചർച്ച ചെയ്യുന്നത്. ഞാൻ വിഷയത്തെ കാണുന്നു, ഒരുപാടുണ്ടായി. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കാണുന്നതിന് വേറെ പ്രശ്നമില്ല. നമ്മളൊരു അവളപത്രം വസ്തുതകളുടെ അവളപത്രം അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെതായിട്ട് CPM മാത്രമാണ് ഗവൺമെന്റ് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വക്കം വിഷയത്തിൽ അങ്ങ് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടി ഇപ്പോ ലീഗിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം പറയുന്നത് അദ്ദേഹത്തിന് താങ്കൾക്ക് കളവല്ലേ പറയാൻ കഴിയും, കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത് എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് അങ്ങക്ക് കളവ് മാത്രമേ പറയാൻ കഴിയൂ. ആര് കളവ് പറയുന്നു, ആര് വസ്തുത പറയുന്നു, കോടതിയുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ. പ്രവർത്തനം പരിശോധിക്കണമെന്ന് മാത്രമാണ് സർക്കാർ അവകാശം പറഞ്ഞത്. കേസ് പരിഗണിച്ചപ്പോൾ നിയമാനുസൃതമല്ലെന്ന് കോടതി പറഞ്ഞു. 2 അമുസ്ലിങ്ങളെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് പാർലമെന്റിൽ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ടു AAG അദ്ദേഹം ഒപ്പിട്ട കടലാസാണ്. ഇതില് it is contended that 2 non-Muslims are provided under the second proviso, 1 Shia and 1 other backward classes among Muslim community provided under the third proviso, 1 each from Bohra and Agagar communities, which are to be donated as per 4th proviso of subsection 1 of section 14 is not represented in the Waqf code as per the notification. It is further contended that the determination of various clauses among Muslim community envisaged under section 14(6) has not been carried out by the government before insisting the above notifications. There is another contention that the persons who are appointed representing various classes specified under subsection 1 of section 14 was not fulfilling the necessary qualifications to represent a particular category. അവസാന ഭാഗം
taking note of all the above facts and infirmities, the government is prepared to reconstitute the board strictly in compliance with the mandate of section 14 of the Unified Work Management, Empowerment, Efficiency and Development Act 1995. എത്ര വേഗത്തിലാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് കാണുന്നത്. ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താണ്. ഇത് കയ്യോടെ ഇതിന്റെ അടിയിൽ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ടു AAB എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് കേന്ദ്രം വകുപ്പാണെങ്കിലും വിഷയത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുമ്പോൾ അതിന് വിരുദ്ധമായ നടപടി സ്വീകരിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള പ്രായോഗികമായി സംസ്ഥാന കഴിയുമല്ലോ. ഇവിടെ ഒരു മുസ്ലിം മതവിഭാഗത്തിന്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം, ആ സ്ഥാപനത്തിന്റെ നിയന്ത്രണം അമുസ്ലിമിന്റെ കയ്യിലാണോ എന്ന് പറയുന്നതിനോട് യോജിക്കാനാവോ? അതിനെതിരെയുള്ള ഫ്ലൈറ്റ് വലിയ തോതിൽ നടത്തിയില്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ നൂറുകണക്കിൽ ഹർജികള് സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത്? സുപ്രീം കോടതി വിധി പറയാൻ നിൽക്കുകയല്ലേ? നിങ്ങൾ എന്തിനാണ് ബുദ്ധിപ്പെട്ട് അതിനോടൊപ്പം നിൽക്കുന്നത്, അതിനോടൊപ്പം ചേരുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സാവകാശം എടുക്കണ്ടേ? ആ അവസാനം വരെ നമ്മൾ നോക്കണ്ടേ? മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണ്ടേ? അവിയതിന്റെ പ്രശ്നത്തിന്റെ പ്രശ്നം വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ആ വരവ് നല്ലതല്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കീഴടങ്ങലും ദാസ്യ മനോഭാവം വരുന്നത്. ആ കീഴടങ്ങലും ദാസ്യ മനോഭാവമല്ല കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം, ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നു. ഏത് ഗവൺമെന്റ് ആയാലും അതാണ് പ്രശ്നം. പ്രത്യേക പ്രതിസന്ധി ഇല്ല. LDF അതിന്റെ വഴിക്ക് ചെയ്യുന്നു. ഒരു പ്രത്യേക പ്രതിസന്ധി നമുക്ക് ബാക്കി സാബരിയ പ്രസിഡന്റിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാബരിയ പ്രസിഡന്റിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറയുന്നു. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലപ്പെടുന്നത്. അത് വിഷയം ശ്രദ്ധയിൽപ്പെട്ട് എന്താണ് അതിന് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവേ, ഒരു കേന്ദ്ര ഗവൺമെന്റ് ഈ സെഷനിൽ ഒരു ബില്ല് കൊണ്ടുവരുന്നുണ്ട്. നല്ല കളിക്കാതെ ജയിക്കട്ടെ.